ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പാർട്ടി ഒന്നും അല്ലായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയ പാർട്ടി ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ എന്താ പറയുക, പ്രതീക്ഷിക്കാണ്ട് അതൊരു വലിയൊരു പാർട്ടിയായിട്ട് മാറി. കുറേ ആളെല്ലാം വന്നു. അങ്ങനെ എന്താ പറയുക, ഇന്നലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഫുഡും എന്തെല്ലാം നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാർട്ടി പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ സാധനം വേണം, അതെല്ലാം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ തലേന്ന് തന്നെ എഴുതി വെച്ച്, പിന്നെ അതിനുള്ള എന്താ പറയുക, ചിക്കനും ബീഫും അതെല്ലാം ഒന്ന് വാങ്ങി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്താലോ. അപ്പം ഭയങ്കര നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ഒരു 10-15 മിനിറ്റ്. ഇനിയിപ്പോൾ അത് ഒരു ചെറിയ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം ഇപ്പം കളയുന്നില്ല, ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒന്ന് എന്താ പറയുക ഒഴിച്ചിട്ട് നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള അതിൽ എന്താ പറയുക ആ ഒരു ഇതുണ്ടല്ലോ, മസാല ഒന്ന് റെഡിയാക്കുക. അപ്പോൾ നോക്കിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2-3 ചുവന്നുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ മസാലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഇതൊന്ന് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു മുട്ട. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് ശരിക്കും എന്താ പറയുക, ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറേ നേരം മസാലയെല്ലാം ഒന്ന് പിടിച്ചിട്ട് എന്തായാലും ഒരു 4-5 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം ഒന്ന് പിടിപ്പിക്കുക ചിക്കനിൽ. എന്നിട്ട് ഞാനിതൊരു ചെറിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ക്ലോസ് കോണ്ടാക്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ബൗളിലോട്ട് മാറ്റിയത്. ഇനിയിപ്പോൾ അത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ശരിക്കും നല്ല ക്രിസ്പി, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു പുഡിങ് റെഡിയാക്കുന്നുണ്ട്. ഈ പുഡിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിന്, അറേബ്യൻ പുഡിങ്. ശരിക്കും നിങ്ങൾക്കിപ്പോൾ അറേബ്യൻ പുഡിങ് ഷംനാന്ന് അടിക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഒരു എന്താ പറയുക കസിന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഓറെ കൂടെ പിന്നെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ മരുമക്കളും വേറെ 2-3 കസിൻസ് എല്ലാം ആയിട്ടുള്ള എന്താ പറയുക അതെല്ലാമായിരുന്നു ഗസ്റ്റ്. ഇവരൊക്കെയാണ്. അപ്പോൾ അപ്പം പുഡിങ്ങെല്ലാം ഞാൻ പിന്നെ തലേന്ന് തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒന്ന് അറേബ്യൻ പുഡിങ് ഉണ്ടാക്കി, പിന്നെ ഒരു സ്വിസ് റോളിൻ്റെ പുഡിങ് ഞാൻ മുമ്പ് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതിന് പകരം ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. ശരിക്കും ഇത് രണ്ടും ഭയങ്കര ഈസി ആയിട്ടുള്ള പുഡിങ്. നമ്മൾ ഗ്യാസൊന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതിന്. നെസ്ലെ ക്രീമും ഡ്രീം വിപ്പും എന്താ പറയുക ഫസ്റ്റ് ലെയർ കാരമൽ പൗഡറും ബിസ്ക്കറ്റൊന്ന് പാലിലൊന്ന് എന്താ പറയുക ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ട്രെയിൽ നിരത്തി ഇതൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ സെക്കൻഡ് ലെയറായിട്ട് സെയിം നെസ്ലെ ക്രീമും ഡ്രീം വിപ്പും പിന്നെ കാരമലിന് പകരം നമ്മൾ ന്യൂട്ടെല്ല ഇടും. അപ്പം ന്യൂട്ടെല്ല ബിസ്ക്കറ്റ് പുഡിങ് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ശരിക്കും ഇത് മിക്സിയിൽ തന്നെ വീണ്ടും സെക്കൻഡ് ലെയറും കൂടി നമ്മൾ അടിച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. ശരിക്കും ഇത് ഞാൻ മുമ്പ് മറ്റേ സ്വിസ് റോൾ ഉണ്ടല്ലോ, കേക്ക് അതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചൊന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ശരിക്കും കേക്കിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിസ്ക്കറ്റ്. അപ്പോൾ ഇതെല്ലാം ഞാനിതിങ്ങനെ തലേന്ന് തന്നെ വൈകിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ച് പുഡിങ്ങെല്ലാം. ഇനിയിപ്പോൾ ഇത് രാവിലെ പാർട്ടീൻ്റെ അന്ന് രാവിലെ എന്താ പറയുക പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുവരെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ ഉണ്ടാക്കാമെന്നുള്ള. പിന്നെ ലാസ്റ്റ് വിചാരിച്ചെന്നാൽ കുറച്ച് പാസ്തയും കൂടി ആക്കിക്കളയാം. പാസ്തേൻ്റെ റെസിപ്പി ഞാൻ മുമ്പത്തെ ഒരു പാർട്ടി വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിന്. പിന്നെ ഉണ്ടായത് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ അറബി ഫുഡ്, പാസ്ത, പിന്നെ മസാലപ്പുട്ട് ഇതെല്ലാമായിരുന്നു. പിന്നെ പുട്ടിൻ്റെ റെസിപ്പി ഞാനിപ്പം കാണിക്കുന്നില്ല, പിന്നെ വീഡിയോ കുറേ ലെങ്തായിപ്പോൾ. പുട്ടും നല്ല അടിപൊളി മസാല പുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ആക്കുന്നുണ്ട്, അതിൻ്റെ റെസിപ്പി. ഇനിയിപ്പോൾ പാസ്തയെല്ലാം ഇങ്ങനെ റെഡി, ചീസെല്ലാം ഒന്ന് മേലെ ഇട്ടിട്ട് വെക്കും. പിന്നെ ഇത് ലാസ്റ്റ് ടൈമാണ് നമ്മളൊന്ന് എന്താ പറയുക ഓവനിൽ വെക്കുന്നുള്ളൂ, ലാസ്റ്റ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ട്.
പിന്നെ അവർക്ക് കുടിക്കാൻ ഞാൻ ലെമൺ മിൻറ്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ ഹെവി ജ്യൂസെല്ലാം കുടിച്ചാൽ പിന്നെ എല്ലാവർക്കും ഫുഡ് കഴിക്കാനെല്ലാം വയറെല്ലാം ഫുള്ളായി പോകും. പിന്നെ എല്ലാവരും വന്ന് കുറേ വർത്തമാനം പറഞ്ഞ് ഫുഡെല്ലാം എടുത്ത് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇതെല്ലാവരും ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ എല്ലാവർക്കും സുലൈമാനി എടുത്ത്. ബിരിയാണി കഴിഞ്ഞാൽ പിന്നെ സുലൈമാനി മസ്റ്റാണല്ലോ. പിന്നെ അതെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ലാസ്റ്റ് പുഡിങ്ങെല്ലാം എടുത്ത് അങ്ങനെ പുഡിങ്ങും കഴിച്ചു. പിന്നെ എല്ലാവരും യാത്ര പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. എല്ലാം അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ ഭംഗിയായിട്ട് പാർട്ടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ പാർട്ടി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും യാത്രയെല്ലാം പറഞ്ഞിറങ്ങി. എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു. എല്ലാം അൽഹംദുലില്ലാ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ പാത്രം കഴുകലും ക്ലീനിങ് എല്ലാം ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.